ഒരു ഉണർവ് നൽകട്ടെ. സങ്കീർത്തനം 1. അനുഗ്രഹീതമായ ജീവിതത്തിനായി. കർത്താവെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും എന്നെ സൂക്ഷിക്കണമേ. അങ്ങയുടെ വചനത്തിൽ സന്തോഷിക്കുവാനും രാപ്പകൽ അതിനെ ധ്യാനിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം നൽകുന്നതും ഇലവാടാത്തതുമായ ഒരു വൃക്ഷം പോലെ എന്നെ മാറ്റണമേ. ഞാൻ ചെയ്യുന്നതൊക്കെയും ശുഭമായി ഭവിക്കട്ടെ. നീതിമാന്മാരുടെ വഴി അവിടുന്ന് അറിയുന്നുവല്ലോ. എന്റെ വഴി അങ്ങയുടെ സന്നിധിയിൽ എന്നും അംഗീകരിക്കപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 2. ദൈവത്തിന്റെ രാജത്വത്തിലും അധികാരത്തിലും ആശ്രയിക്കാൻ. ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും അങ്ങേക്കും അങ്ങയുടെ അഭിഷിക്തനും വിരോധമായി എഴുന്നേറ്റാലും സ്വർഗത്തിലിരിക്കുന്നവനായ അവിടുന്ന് അവരെ പരിഹസിക്കുന്നു. ദൈവമേ, എന്റെ ജീവിതത്തിന്മേൽ അങ്ങയുടെ അധികാരം വാഴട്ടെ. അവിടുന്ന് നിയമിച്ച രാജാവായ ക്രിസ്തുവിനെ ഞാൻ വണങ്ങുന്നു. ഭയത്തോടും വിറയലോടും കൂടെ അങ്ങയെ സേവിക്കുവാനും സന്തോഷത്തോടും കൂടെ അങ്ങയെ ആരാധിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങയിൽ ശരണം പ്രാപിക്കുന്ന ഏവരും ഭാഗ്യവാന്മാരാകുന്നു. ആ ഭാഗ്യം എന്റെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. സങ്കീർത്തനം 3. കഷ്ടതയിൽ സംരക്ഷണത്തിനായി. കർത്താവെ, എന്നെ എതിർക്കുന്നവർ എത്ര പെരുകിയിരിക്കുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്റെ പ്രാണനെക്കുറിച്ച് പറയുന്നവർ അനേകരാണ്. എങ്കിലും കർത്താവെ, അവിടുന്ന് എന്റെ ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ കർത്താവിനോട് നിലവിളിച്ചു. അവിടുന്ന് തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ കിടന്നുറങ്ങി ഉണരുന്നു. കർത്താവ് എന്നെ താങ്ങുന്നുവല്ലോ. 10,000 പേർ എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. രക്ഷ കർത്താവിനുള്ളതാകുന്നു. അങ്ങയുടെ ജനത്തിന്മേൽ അനുഗ്രഹമുണ്ടാകട്ടെ. സങ്കീർത്തനം 4. സമാധാനത്തോടെ ഉറങ്ങുവാൻ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ കഷ്ടതയിലായിരുന്നപ്പോൾ അവിടുന്ന് എനിക്ക് വിശാലത നൽകി. ഇപ്പോൾ എന്നോട് കരുണ കാണിച്ച് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പലരും, നമുക്ക് നന്മ ആര് കാണിച്ചു തരും എന്ന് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലിയൊരു ആനന്ദം എന്റെ ഹൃദയത്തിൽ നൽകിയതിനായി സ്തോത്രം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കർത്താവെ, അവിടുന്ന് മാത്രമാണല്ലോ എന്നെ സുരക്ഷിതമായി വസിപ്പിക്കുന്നത്. സങ്കീർത്തനം 5. പ്രഭാത പ്രാർത്ഥനയും വഴിനടത്തലും. കർത്താവെ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ. എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ നിലവിളി ശബ്ദം കേൾക്കണമേ. ഞാൻ അങ്ങയോടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, പ്രഭാതത്തിൽ അവിടുന്ന് എന്റെ ശബ്ദം കേൾക്കും. പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്കായി ഒരുങ്ങിക്കാത്തിരിക്കും. അവിടുന്ന് നീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവമാകുന്നു. അങ്ങയുടെ വലിയ കരുണയാൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിയിൽ നടത്തണമേ. എന്റെ മുൻപിൽ അങ്ങയുടെ വഴിയെ ചൊവ്വുള്ളതാക്കണമേ. അങ്ങയിൽ ശരണപ്പെടുന്നവർ സന്തോഷിക്കട്ടെ. നീതിമാനെ അവിടുന്ന് പ്രസാദമെന്ന പരിച കൊണ്ട് മറയ്ക്കുമല്ലോ.